നമസ്കാരം ഗൈസ്. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാന്താരിന്റെ 9ാം മാസമാണ്. അപ്പം വയറ് കാണൽ ചടങ്ങിനായിട്ട് നവനീതിന്റെ വീട്ടിൽ നിന്ന് വരുന്നുണ്ട്. കൂട്ടത്തില് അവൾക്ക് സർപ്രൈസ് ആയിട്ടൊരു വളകാപ്പും കൂടി ഞങ്ങൾ അറേഞ്ച് ചെയ്തു. ഈ വളകാപ്പിന്റെ മെയിൻ തല ഞങ്ങളുടെ ഏട്ടത്തിയുടെയാണ്. നാത്തൂന് വേണ്ടിയിട്ട് നാത്തൂനൊരുക്കിയ വളകാപ്പാണിതെന്ന് വേണേൽ പറയാം. നവനീതിനും ഇതൊരു പുതിയ അനുഭവമായിരുന്നു. കാന്താരി പിന്നെ എനിക്ക് വളകാപ്പ് നടത്തിയപ്പം കാണാനും ചെയ്യാനും അവളായിരുന്നു മുന്നിട്ട് എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത്. വള വാങ്ങിയത് കുറച്ച് വണ്ണം കുറഞ്ഞു പോയിണ്ടായിരുന്നോ എന്നൊരു സംശയമുണ്ട്. എന്താണെങ്കിലും അവര് വരുന്നതും പോകുന്നതും ഒന്നും വീഡിയോ എടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല കേട്ടോ. അപ്പൊ എന്റെ ചിമിട്ടുകളുടെ പുറകെ ഓടാനായിരുന്നു നേരം. അതുകൊണ്ട് അവര് കൊണ്ടുവന്ന സാധനങ്ങളും കാര്യമായിട്ട് ഇതിൽ കാണിച്ചിട്ടില്ല. ബേക്കറിയും കാര്യങ്ങളും ഉണ്ട് തോന്നുന്നു. കാരണം അവർ കൊണ്ടുവന്നാണ് സ്വീറ്റ്സും ഒക്കെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. കുഞ്ഞുവാവയ്ക്ക് വേണ്ടിയിട്ടും അമ്മയ്ക്ക് വേണ്ടിയിട്ടും ഹോസ്പിറ്റലിലേക്ക് വേണ്ടുന്ന 2 ബാഗ് സാധനങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ബാഗിൽ ബാസ്ക്കറ്റും. അതാണല്ലോ ഇപ്പോഴത്തെ കൂടുതലും കംഫർട്ടായിട്ടുള്ള സംഭവം. അപ്പം അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കുഞ്ഞുവാവയ്ക്ക് ഹോസ്പിറ്റലിൽ ആവശ്യമായോ വീട്ടിലിനി ആവശ്യമായതായിട്ടുള്ള കുറേ സാധനങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും പരീക്ഷകളുടെ ഇടയിലായതുകൊണ്ട് നവനീതിന്റെ അനിയത്തി അടക്കം അധികം കുട്ടിപ്പടകൾക്കൊന്നും ഇതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. ഇവിടെ ഉണ്ടായിരുന്നവർക്കും കുഞ്ഞിപ്പടകൾ അധികം ഒന്നും ഉണ്ടായില്ല. പരീക്ഷക്കാരെല്ലാവരും വീടുകളിൽ തന്നെ നിന്നു. പരീക്ഷാ കാരണം കൊണ്ടല്ലെങ്കിലും മറ്റു പല കാരണങ്ങളാൽ ശരത്തേട്ടനും എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. ശരത്തേട്ടൻ്റെ ഒരു കുറവ് ഇവിടെ ഉണ്ടായിരുന്നുണ്ട്. സൗണ്ടൊക്കെ പോയിരിക്കായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ശബ്ദം വല്ലാതെ അടയുന്നുണ്ട്. കാത്തിരുന്ന് രുക്കുമുക്കും കിച്ചുമുക്കും അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പം അത് അവര് എൻ്റെ കൂടെ തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. ചിറ്റയ്ക്ക് മഞ്ഞൾ തൂത്ത് കൊടുക്കുന്നതിലും സ്വീറ്റ്സ് കൊടുക്കുന്നതിലും ഞങ്ങൾക്ക് താല്പര്യം എങ്ങനെ അത് ഞങ്ങളുടെ വയറ്റിലെത്തിക്കാം എന്നുള്ളതിലായിരുന്നു. കിച്ചു അത് ഒരു കേക്ക് അവിടെ നിടിച്ച് മാറ്റിയിട്ടുണ്ട്.
ജന്മം കൊള്ളാൻ പോകുന്ന കുഞ്ഞുവാവയെയും അമ്മയും അമ്മമാര് മാത്രം അനുഗ്രഹിച്ചാൽ പോരല്ലോ, അച്ഛന്മാർക്കും ആവാലോ. അപ്പൊ 2 അച്ഛന്മാര് മധുരം കൊടുക്കുകയാണ്. ശ്രദ്ധിക്കപ്പെട്ട വളരെ വലിയ 2 കുറവുകൾ ഇതിലുണ്ടായത്, ഒന്ന് കുഞ്ഞുവിൻ്റെതും പിന്നൊന്ന് ശരത്തേട്ടൻ്റെതുമായിരുന്നു. എക്സാമിൻ്റെ ഇടയിലായതുകൊണ്ട് കുഞ്ഞുവിനും വരാൻ പറ്റിയില്ല, ചില തിരക്കുകൾക്കിടയിലായതുകൊണ്ട് ശരത്തേട്ടനും എത്തിപ്പെടാൻ പറ്റിയില്ല. ചേച്ചീൻ്റെ മുഖത്തെ മഞ്ഞളിന്റെ അതിപ്രസരം അത്ര പോരാൻ തോന്നിയപ്പോൾ അബിക്കുട്ടന്റെ വകയും കുറച്ച് നല്ലോണം മഞ്ഞൾ തൂത്ത് കൊടുക്കാൻ പോയിട്ടുണ്ട്. അതിനുവേണ്ടി മാത്രമാണ് അവൻ മെയിനായിട്ട് പോയത്. അവസാനം അവൻ തന്നെ അതാ കുറച്ച് മഞ്ഞൾ തൂത്ത് താഴെയിട്ട് കൊടുത്തു. എല്ലാരും കഴിഞ്ഞ് ഇനി ആങ്ങളെ മാത്രമായിട്ട് ബാക്കി നിൽക്കണ്ടല്ലോ. അപ്പൊ ഇതാ അഖിലേട്ടനും മഞ്ഞളും സ്വീറ്റ്സും ഒക്കെ കൊടുത്ത് വളയൊക്കെ ഇട്ടു. കുട്ടിപ്പടകളൊക്കെ കാത്തിരിക്കുന്നുണ്ട്. എന്തൊക്കെയാ ചെയ്തെന്നുള്ള നമുക്കൊരു ഇരിക്കുകയാണ്. ഇനിയാണ് മെയിൻ ചടങ്ങ് ബാക്കിയിരിക്കണേ, ഭക്ഷണം കഴിക്കലേ. അപ്പൊ സദ്യ പായസമൊന്നുമല്ല, നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അഖിലേട്ടൻ അതിന്റെ പണിയിലേക്ക് തുടങ്ങിയിട്ടുണ്ട് വിളമ്പാൻ. ഇതാണ് ഈ ഒരു വലിയ പെട്ടിനറെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെയാണ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായത്. ഇനി ദിവസങ്ങളിൽ നിന്ന് കാത്തിരിക്കാനുള്ള സമയമാണ്. അമ്മയും കുഞ്ഞിനെയും പൂർണ്ണ ആരോഗ്യത്തോടെയും ഐശ്വര്യത്തോടെയും കിട്ടാനായിട്ടുള്ള പ്രാർത്ഥനയിലാണ്. അപ്പൊ എല്ലാവരും അവളെ അനുഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ബൈ ബൈ.